ആദ്യം തന്നെ ആ കോൺഗ്രസ് പ്രതിനിധിയോടെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കാൻ പറ. ഈ ചർച്ച ചിക്കൻ കഴിക്കുന്ന കാര്യമല്ലല്ലോ. ഈ കേരളത്തിന്റെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അതിവേഗ പാത, അർത്ഥ അതിവേഗ പാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹാമുന്നേറ്റത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. അങ്ങ് ചോദിച്ചു, നിങ്ങൾ ഈ ശ്രീധരന്റെ അതിവേഗ പാതയ്ക്കൊപ്പമാണോ അതോ ഗവൺമെന്റ് ഇപ്പോ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന RRDSന്റെ ഒപ്പമാണോ എന്ന് വളരെ സ്ഫുടമായി സ്പെസിഫിക് ആയിട്ട് ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ചോദിച്ചു. മറുപടി പറഞ്ഞോ കോൺഗ്രസ് നേതാവ്? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, ശ്രീ കെ സുധാകരൻ പറഞ്ഞല്ലോ ഈ പദ്ധതി ഗവൺമെന്റ് മന്ത്രിസഭാ അംഗീകാരം കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഈ ശ്രീധരന്റെ ആശയം വന്നപ്പോ ഇതൊന്നും അതിവേഗ പാതയൊന്നും ഞങ്ങൾ കേരളത്തിൽ സമ്മതിക്കില്ല, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് മുൻ KPCCയുടെ പ്രസിഡന്റ് പറഞ്ഞു. പിറ്റേ ദിവസം VD സതീശൻ പറഞ്ഞു അതിവേഗ പാതയ്ക്ക് ഞങ്ങൾ എതിരില്ല, അതിവേഗ പാത ആകാം. നിങ്ങൾ VD സതീശനൊപ്പമാണോ അതോ കെ സുധാകരന്റെ ഒപ്പമാണോ? ഒന്ന് പറയാമോ ഈ ചർച്ചയില്? എന്ത് നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പഴയത് അങ്ങനെയല്ലേ, പഴയത് ഇങ്ങനെയല്ലേ, അന്ന് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ? ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഇത്രയും വേഗതയിലുള്ള അതിവേഗ പാത ഈ കേരളത്തിന് വേണമോ വേണ്ടയോ എന്ന് പറയണം. ഞാൻ പറയട്ടെ, എന്റെ സമയം അറിയട്ടെ, താങ്കൾ ക്ഷമിക്ക്. ഇത് 14 സംസ്ഥാനങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് നടക്കുമ്പോ എന്തുകൊണ്ട് കേരളത്തിന് മാത്രം പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഈ ശ്രീധരന്റെ പദ്ധതി വരുമ്പോ അതിവേഗ പാതയാകാം, ഗവൺമെന്റിന്റെ പദ്ധതി മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ഞങ്ങൾ എതിർക്കും. ഇത് തന്നെയാണ് തുരങ്കപാതയുടെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞത്. തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറഞ്ഞത് ഇതേ VD സതീശനും കെ സുധാകരനുമാണ്. വിഴിഞ്ഞം പദ്ധതി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാൻ ഈ മുഖ്യമന്ത്രിക്ക് കഴിയുമെന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞത് കെ മുരളീധരനാണ്. ദേശീയപാത ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അതിന്റെ ക്രെഡിറ്റ് എടുക്കുമെന്ന് ഒരിക്കലും മനസ്സിൽ വിചാരിക്കേണ്ടില്ല എന്ന് പറഞ്ഞ കെ മുരളീധരനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും, UDF അധികാരത്തിൽ വന്നാൽ ആദ്രം പദ്ധതി അവസാനിപ്പിക്കും. ആരാ പറഞ്ഞ്? സാക്ഷാൽ MM ഹസൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേയാഴ്ച പത്രസമ്മേളനം നടത്തി ജനങ്ങളോട് പറഞ്ഞു. അപ്പൊ ജനങ്ങൾ പറഞ്ഞു നിങ്ങൾ അധികാരത്തിൽ വരണ്ട, ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോ, വേണമെങ്കിൽ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരുന്നോളാം നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷം എന്ത് കൊണ്ടുവന്നാലും എതിർക്കുക എന്ന നയം നിങ്ങൾ തുടരുന്നിടത്തോളം കാലം നിങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്ന് താഴേക്ക് പോകുകയുള്ളൂ. നിങ്ങൾ അന്ന് ഇത് എതിർത്തപ്പോഴോ 47 സീറ്റ് ഉണ്ടായിരുന്നു. 2021 ഞങ്ങളെ എതിർക്കുമ്പോൾ നേരെ അത് 42ലേക്ക് പോയി. ഇനി അത് താഴേക്ക് പോകും, അത്രേ പറയാനുള്ളൂ. ഈ രണ്ട് കാര്യത്തിൽ അങ്ങ് ക്ലാരിറ്റിയോടെ പറ, ഏത് ഈ ശ്രീധരന്റെ പദ്ധതിയാണോ RRDS ആണോ? രണ്ടും വേണ്ടെങ്കിൽ അത് പറഞ്ഞോ, കോൺഗ്രസിന്റെ അഭിപ്രായം ജനങ്ങൾ കേൾക്കട്ടെ. ശരി ശരി, ഞാൻ എന്തായാലും അനൂപിലേക്ക് വരാം. ഒരു നിമിഷം, മറ്റു അതിഥികൾ കൂടിയുണ്ട്. ശ്രീ ഞാൻ വരാം, അനൂപിലേക്ക് വരാം. തുടർച്ചയായിട്ട് 2 അവസരം കൊടുത്തു, എനിക്ക് അവസരം തരണേ. ഞാൻ അനൂപിലേക്ക് വരാം. ഇവിടെ പദ്ധതി ഏത് വേണം, കേരളത്തിന് അനുയോജ്യമായത് ഏതാണ് വലിയ രീതിയിലുള്ള തർക്കമില്ലാതെ മുന്നോട്ട് പോവുക എന്നതാണ് ചർച്ചയാകുന്നത്. ബജറ്റിൽ വരുന്നു ഒരു RRTS പദ്ധതി വരുന്നു, അതില് മറ്റൊരു വശത്ത് ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള അതിവേഗ പാതയും. ഇവിടെ എങ്ങനെയാണ് ഈ അതിവേഗ പാതയിൽ ഒരു DPR കടക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ തുടർ നടപടികളിലേക്ക് ഈ ശ്രീധരന് തനിച്ച് നടക്കാൻ കഴിയുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയുക? ഇന്നിപ്പോൾ P രാജീവ് ചോദിച്ചതുപോലെ അങ്ങനെ കേന്ദ്രം ചുമതലപ്പെടുത്തിയതായ ഒരു ഉത്തരവുണ്ടോ? അങ്ങനെ എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പദ്ധതിയിലേക്ക് ഈ ശ്രീധരന് കടക്കാൻ കഴിയുക എന്നൊരു ചോദ്യമുണ്ട്. ദിവ്യ, നോക്കൂ, ഇത് ഒരു വലിയ ടെക്നോളജിക്കൽ പ്രോജക്റ്റാണ്. ഇതുപോലെയുള്ള വൻ പദ്ധതികൾ, ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുള്ള വലിയ പദ്ധതികളെ പറ്റി അഭിപ്രായം ആർക്കും പറയാം. പക്ഷെ അത് ചെയ്യേണ്ടതാരാണ്, അതിനെപ്പറ്റി വിശദീകരിക്കേണ്ടതാരാണ്? അതിന്റെ പ്രൊഫഷണലുകളും അതിന്റെ എക്സ്പെർട്ടുകളും അല്ലേ? അതാണല്ലോ വേണ്ടത്. ആ എക്സ്പെർട്ടുകളുടെ ഒപ്പീനിയനാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ളത്. എന്തായാലും ഈ ശ്രീധരൻ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ലോകത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ്, റെയിൽവേ എക്സ്പെർട്ടാണ്, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള. ഇവിടെ ഇരിക്കുന്നവരിൽ ഒട്ടുമിക്കവരും ജനിക്കുന്നതിന് മുമ്പ് പാമ്പൻ പാലം പുതുക്കി 45 ദിവസം കൊണ്ട് പുതുക്കി പണിഞ്ഞ ആ പ്രോജക്റ്റിന് നേതൃത്വം കൊടുത്ത ആളാണ്. കൽക്കട്ട മെട്രോ, ഡൽഹി മെട്രോ, കൊങ്കൺ റെയിൽവേ, നമ്മുടെ കൊച്ചി മെട്രോ, അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാവുന്നതിനപ്പുറമാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആധികാരികത എത്ര വലുതാണെന്ന് ആലോചിച്ചു. എത്ര വലുതാണ്. ഇനി ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ RRTS, ഇപ്പൊ അരുൺകുമാറിനും അല്ലെങ്കിൽ പറയുന്ന ഈ RRTSഉം ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീധരന്റെ പ്രപ്പോസലും തമ്മിലുള്ള വ്യത്യാസം പോലും, ബേസിക് ഡിഫറൻസ് പോലും അറിയില്ല.
നോക്കൂ, ഈ RRTS എന്ന് പറഞ്ഞ രണ്ട് നഗരങ്ങൾ തമ്മിൽ, പ്രധാനപ്പെട്ട രണ്ട് നഗരങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന, അതായത് ഒരു 100-150 കിലോമീറ്റർ പരമാവധി ആ നഗരങ്ങൾ കണക്ട് ചെയ്യുന്ന ഓരോ 5-10 കിലോമീറ്റർ ഇടവിട്ട് സ്റ്റേഷനുകളുള്ള ആ രീതിയിലുള്ള പ്രപ്പോസലാണ് ഇവർ പറയുന്നത്. അതും സ്റ്റാൻഡേർഡ് ഗേജിലാണ്, ഇതും സ്റ്റാൻഡേർഡ് ഗേജാണ്. ഗേജ് മാത്രമല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അത് ഈ 600 കിലോമീറ്റർ, 450-500 കിലോമീറ്റർ നീളമുള്ള ഈ കേരളത്തിനും ഈ ആ പ്രോജക്റ്റ് പറ്റില്ല. അതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടെക്നിക്കൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് ശ്രീധരന്റെ പ്രപ്പോസൽ ഇരിക്കുന്നത്. അവിടെയാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. RRTS എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ത്രൂഔട്ട് പറ്റില്ല. ഈ ശ്രീധരന്റെ പ്രപ്പോസൽ എന്താണ്? ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ കണ്ണൂർ വരെ ഓരോ 5 കിലോമീറ്ററിലും 10 കിലോമീറ്റർ സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ടുള്ള റെയിൽവേ എന്ന് പറഞ്ഞാൽ അത് ഇതല്ല, പ്രായോഗികമാകുന്ന കാര്യമല്ല. അത് ടെക്നോളജി വേറെയാണ്, ട്രെയിൻ സെറ്റുകൾ വേറെയാണ്, അതിന്റെ സിസ്റ്റം വേറെയാണ്, കമ്മ്യൂണിക്കേഷൻ വേറെയാണ്. ശരിയായിക്കോട്ടെ. ശ്രീ ശോഭപ്രസാദ്, നോക്കൂ, ഈ ശ്രീധരന്റെ കഴിവിനെ കുറിച്ചോ അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ള പരിജ്ഞാനത്തെ കുറിച്ചോ ഒന്നും ഞങ്ങൾക്ക് ആർക്കും യാതൊരു സംശയവുമില്ല. പക്ഷെ നോക്കൂ, ഇവിടെ കേരളത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി വരേണ്ടത്. അതിന് സംസ്ഥാന സർക്കാരിന്റെ സഹായം വളരെ അനിവാര്യമാണ്. അത് സ്ഥലം ഏറ്റെടുപ്പിൽ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ സർക്കാരിനെ മുഖവിലക്കെടുക്കാതെ ഇങ്ങനെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് ശരിയാണോ എന്ന ചോദ്യമേ ഉള്ളൂ. അല്ല, സർക്കാരിനെ മുഖവിലക്കെടുക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീധരൻ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയിരുന്നല്ലോ. അത് കഴിഞ്ഞ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായിട്ട് ചർച്ച നടത്തി. റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയതനുസരിച്ചാണ് ഇപ്പോഴത്തെ പൊന്നാനിയിൽ അതിന്റെ പ്രോജക്ട് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തു. ഇതൊന്നും സ്വന്തമായിട്ട് ഒരു വ്യക്തി ഇൻഡിവിജ്വലായിട്ട് തീരുമാനിച്ചുകൊണ്ട് ഇപ്പം നാളെ ദിവ്യ ഇവിടെ ഇരുന്ന് തിരുവനന്തപുരം ചെന്നൈ ഒരു അതിവേഗ റെയിൽവേ ഞാനൊരു ഓഫീസ് തുടങ്ങുന്നു എന്ന് പറയുന്ന മാതിരിയാണ്. അങ്ങനെയാണെന്നാണ് ഇവരൊക്കെ ധരിച്ചിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അതിന്റെ DPRലേക്ക് കടക്കുകയാണ്.